in quantum mechanics is Schrodinger equation. So it can be easily remembered as it is as simple as F equal to ma. So it is E psi equal to H psi. Only difference is that E is the operator, H is the operator. So this is the time dependent form of Schrodinger equation. Time dependent form of Schrodinger equation. Okay. So today we will have time independent form of Schrodinger equation. Okay. Time independent form of Schrodinger equation. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Am I audible? Hello? Audible, sir, audible. Okay. So നമുക്ക് ഇതിനെ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം. ഇതിനെ ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. നമുക്കറിയാം ഈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം നമുക്ക് ഇത് ഈ ചെറിയ ഫോമിൽ നിന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത ഫോം എടുക്കാൻ പറ്റും, ഓർത്തിരുന്നാൽ മതി. ഓക്കെ. സോ ഇക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? IH ക്രോസ് ഡോ ബൈ ഡോ ടി. ഇതാണ് ഈ ഓപ്പറേറ്റർ. സോ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വരും. IH ക്രോസ് ഏത് സൈഡ് അങ്ങോട്ട് ഇവിടെ മാറിയാലും കുഴപ്പമൊന്നുമില്ല. H psi ഈക്വൽ ടു E psi എന്ന് പറയാം, അല്ലെങ്കിൽ E psi ഈക്വൽ ടു H psi എന്ന് പറയാം. സോ IH ക്രോസ് ഡോ psi ബൈ ഡോ ടി ഈക്വൽ ടു H നമുക്കറിയാം. H എന്താണ്? ഹാമിൽട്ടോണിയൻ ആണ്. ഹാമിൽട്ടോണിയൻ. സോ ദാറ്റ് ഈസ് വിച്ച് ഈസ് ദ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ആണ്. ഓക്കെ. H. സോ ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. H എന്ന് പറഞ്ഞാൽ T പ്ലസ് V ആണ്. H operator is T operator plus V operator. Kinetic energy plus potential energy. Kinetic energy operator എന്ന് പറഞ്ഞാൽ kinetic energy എന്താണ്? എക്സ്പ്രഷൻ അപർണ കെ പറഞ്ഞേ. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ പറഞ്ഞേ. P square by 2m. P square by 2m. ഹാഫ് എം വി സ്ക്വയർ എന്നൊന്നും പറയരുത് കേട്ടാ. P square by 2m. ഇതാണ് നമ്മുടെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഫോം. P square by 2m plus V. ഇനി പിക്ക് പകരം what is P operator? P operator is minus IH cross ഡോ ബൈ ഡോ എക്സ്. വൺ ഡയമെൻഷണൽ ആണെങ്കിൽ, അല്ലെങ്കിൽ മൈനസ് IH ക്രോസ് ഡെൽ 3D ആണെങ്കിൽ. സോ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി ഓപ്പറേറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഐ സ്ക്വയർ മൈനസ് H ക്രോസ് സ്ക്വയർ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. പി സ്ക്വയർ ബൈ 2m എന്ന് പറഞ്ഞാൽ P square by 2m എന്ന് പറഞ്ഞാൽ മൈനസ് H ക്രോസ് സ്ക്വയർ ബൈ 2m. ഓക്കെ. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ കൈനറ്റിക് എനർജി ടേം. കൈനറ്റിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ഇൻറ്റു സൈ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഇപ്പൊ തൽക്കാലം നമുക്ക് അങ്ങനെ തന്നെ ഇടാം, വി സൈ. കാരണം അത് ഓരോ കേസ് അനുസരിച്ചിട്ട് പൊട്ടൻഷ്യലിന്റെ ഫോം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇത് കോമൺ എക്സ്പ്രഷൻ അല്ല. കൈനറ്റിക് എനർജി ഒരിക്കലും മാറില്ല, എപ്പോഴും P square by 2m തന്നെ. അതുകൊണ്ട് ഈ ടേം എപ്പോഴും ഇതുപോലെ തന്നെയായിരിക്കും. പക്ഷെ പൊട്ടൻഷ്യലിന്റെ ഫോം ഓരോ കേസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇതാണ് ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. നമ്മൾ ഇന്ന് അതിന്റെ ടൈം ഇൻഡിപെൻഡന്റ് ഫോം കണ്ടുപിടിക്കാൻ പോവാണ്. ഷ്രോഡിംഗർ ചില കേസിൽ നമുക്ക് ഈ നമ്മുടെ ഈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹാമിൽട്ടോണിയൻ. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് ഏതിൽ വരുന്നതാണ്? ഹാമിൽട്ടോണിയനിൽ വരുന്നതാണ്. ഈ ഹാമിൽട്ടോണിയൻ ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആവും. പൊട്ടൻഷ്യൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആവുമ്പോൾ ഹാമിൽട്ടോണിയനും ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആവും. അപ്പൊ ആ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വി ഹാവ് ടു യൂസ് ഓൺലി ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്ക് ചില കേസിലൊക്കെ ചില കേസുകളിൽ നമുക്ക് ടൈം ഇൻഡിപെൻഡന്റ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഹാമിൽട്ടോണിയൻ ടൈം ഇൻഡിപെൻഡന്റ് ആവും. അപ്പൊ നമുക്ക് ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ സിംപിളർ ആണ്. ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ വരും. നമ്മളപ്പോ അതിന്റെ ഫോം ഒന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ.
അപ്പൊ നമ്മുടെ ഇതിൽ ഈ psi എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ആക്ച്വലി അത് നമ്മളിപ്പോ പറയുമ്പോ ഒക്കെ 1 ഡയമെൻഷണൽ കേസ് ആണ് കേട്ടോ പറയണത്. ഇതൊക്കെ 2 ഡയമെൻഷൻ ആയിട്ടോ 3 ഡയമെൻഷൻ ആയിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ആ കേസ് അനുസരിച്ചിട്ട് നമുക്ക് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് 3D കേസ് ഒന്നും ഇപ്പൊ പറയുന്നില്ല. പറയുമ്പോ എപ്പോഴും 1 ഡയമെൻഷണൽ കേസ് ആണ് പറയാ. എന്ന് വെച്ചാൽ അത് മാത്രമല്ല 2D ആവാം 3D ആവാം ഏത് ഡയമെൻഷൻ വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ എക്സ് ടി എന്ന് കണ്ടാൽ ഇത് 1 ഡയമെൻഷനിലാണ്, സ്പേസിൽ 1 ഡയമെൻഷനിലാണ്, പിന്നെ ടൈമും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ നമ്മളിപ്പോ ഈ ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കേസിൽ, അതായത് പൊട്ടൻഷ്യൽ ടൈം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ഫോഴ്സിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. ഫോഴ്സ് നമ്മൾ ഇനി ഉപയോഗിക്കില്ല, പകരം പൊട്ടൻഷ്യൽ ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസിൽ അതൊരു ടൈം ഇൻഡിപെൻഡന്റ് പ്രോബ്ലം ആയിരിക്കും. പൊട്ടൻഷ്യൽ ടൈം ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അതൊരു ടൈം ഇൻഡിപെൻഡന്റ് പ്രോബ്ലം ആയിരിക്കും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഒരു ആറ്റത്തിന്റെ കേസ് എടുക്കുക. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ, നമുക്കറിയാം ഇലക്ട്രോൺ അതിന്റെ ഓർബിറ്റിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ പ്രോബ്ലം. ആ ഇലക്ട്രോണിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഇലക്ട്രോണിന് എത്ര മൊമെന്റ് ഉണ്ട്, ഇലക്ട്രോണിന്റെ എത്ര എനർജി ഉണ്ട്, എത്ര സ്പീഡിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള, ഇലക്ട്രോൺ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയാണ് നമുക്ക് അറിയണ്ടേ. ഓക്കെ, ഈ ആറ്റത്തിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ പക്ഷെ ഒരു ആറ്റത്തിനെ എടുത്ത് നോക്കിയാൽ, നമ്മൾ ഒരു ആറ്റത്തിനെ നോക്കിയപ്പോ ഇലക്ട്രോൺസ് ഒക്കെ അതിന്റെ ഓർബിറ്റിലുകൾ തിരിയുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴും അതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലായില്ലേ? ടൈം മാറുന്നതനുസരിച്ചിട്ട് അതിൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. കാരണം നമ്മൾ പുറത്തുനിന്ന് അതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യേ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതെങ്ങനെ ടൈം ഇൻഡിപെൻഡന്റ് ഫോഴ്സ് ആണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആണ് ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണിന്റെ മേലെ എക്സെർട്ട് ചെയ്യണേ. ആറ്റത്തിന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കൂളും പൊട്ടൻഷ്യൽ ആണ്. ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന പൊട്ടൻഷ്യൽ ആണ് ഇലക്ട്രോണിന്റെ മേലെ ആക്ട് ചെയ്യണേ. അത് ടൈം അനുസരിച്ചിട്ട് മാറുന്നില്ല. കാരണം നിങ്ങൾക്ക് അതിന്റെ ഇക്വേഷൻ അറിയാം. 1/4πε0 Q1 Q മൈനസ് Q1 Q2 അല്ലെങ്കിൽ Q1 Q2 ബൈ R. ആ ഫോമിലാണ് R എന്നുള്ളത്. അതിൽ ടി ഇല്ല, ടൈം എന്ന് പറയുന്ന സംഭവം ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിക്കാം. ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിന്റെ ആവശ്യമില്ല, ടൈം ഡിപ്പെൻഡന്റ് ആവശ്യമില്ല. എല്ലാ കേസിലും അങ്ങനെയല്ല കേട്ടോ. ചില കേസിൽ ടൈം ഡിപ്പെൻഡൻസി വരും, അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടി വരും. ടൈം ഇൻഡിപെൻഡന്റ് കേസുകളാണെങ്കിൽ നമുക്ക് ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ മതി. എന്താണ് ടൈം ഇൻഡിപെൻഡന്റ് എന്ന് മനസ്സിലായില്ലേ? അതായത് ഈ ഇലക്ട്രോണുമ്മ ആക്ട് ചെയ്യുന്ന, ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ ഇലക്ട്രോണുമ്മ ആക്ട് ചെയ്യുന്ന ന്യൂക്ലിയസ് കാരണമുള്ള സെൻട്രൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കൂളും പൊട്ടൻഷ്യൽ, അതില് ടൈം ഇല്ല. ടൈം അനുസരിച്ചിട്ട് ആ പൊട്ടൻഷ്യൽ മാറുന്നില്ല. പൊട്ടൻഷ്യൽ എപ്പോഴും സെയിം തന്നെയാണ്. ഏത് സമയത്ത് നോക്കിയാലും ന്യൂക്ലിയസിന് മാറ്റമൊന്നും ഇല്ലാത്തടത്തോളം കാലം ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ന്യൂക്ലിയസിൽ നിന്ന് ഉണ്ടാവുന്ന ഈ പൊട്ടൻഷ്യൽ എല്ലാ സമയത്തും സെയിം ആണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ടൈം അനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഫോഴ്സ് മാറുന്നില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ഈ വേവ് ഫംഗ്ഷൻ psi of xt നെ ഓക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം. psi of xt നെ നമുക്ക് രണ്ട് പാർട്ട് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നമ്മള് എന്താ പറയാ, ഒരു ഫ്രീ പാർട്ട്, നമ്മൾ മുമ്പ് പഠിച്ച ഒരു ഫ്രീ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്താന്ന് നമുക്കറിയാം. ഓക്കെ, ഒരു ഫ്രീ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ മുമ്പ് പഠിച്ചത് എന്തായിരുന്നു? ഒരു കോൺസ്റ്റന്റ് e ഇൻറ്റു e ടു ദ പവർ ഓഫ് I kx മൈനസ് ഒമേഗ ടി എന്നായിരുന്നു അല്ലെ? ഇതെന്താണ്? ഒരു ഫ്രീ പാർട്ടിക്കിളിന്റെ ഒരു 1 ഡയമെൻഷണൽ സൊല്യൂഷൻ ആണിത്. 1 ഡയമെൻഷൻ, എക്സ് മാത്രമേ ഉള്ളൂ, y z ഒന്നുമില്ല.
ഓക്കെ, അപ്പൊ ആ psi of xt നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. ഒരു ഫ്രീ പാർട്ടിക്കിളിന്റെ സൊല്യൂഷൻ വേവ് ഫംഗ്ഷൻ നമുക്ക് ഈ ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. എ ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഏത് കോൺസ്റ്റന്റ് വേണമെങ്കിലും ഇടാം, എയോ ബിയോ എന്ത് വേണമെങ്കിലും ഇടാം, ഇ ടു ദ പവർ ഓഫ് ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്ന് ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്താം. എ ഇൻറ്റു ഇ ടു ദ പവർ ഓഫ് ഐ ഒരു എച്ച് ക്രോസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എച്ച് ക്രോസ് കൊണ്ട് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തു. എച്ച് ക്രോസ് കെ എക്സ് മൈനസ് എച്ച് ക്രോസ് ഒമേഗ ടി എന്ന് വരും. അപ്പൊ ഇത് രണ്ടും സെയിം ആണ്. എച്ച് ക്രോസ് കൊണ്ട് ഇവിടെ ഇട്ടു, ഉള്ളിൽ ഇട്ടു, മോളിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എച്ച് ക്രോസ് ഇട്ടു. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻറ്റു ഇ ടു ദ പവർ ഓഫ് ഐ ബൈ എച്ച് ക്രോസ്. ഓക്കെ, ഈ എച്ച് ക്രോസ് കെ എന്നുള്ളത് നമുക്ക് ഇന്ന് എഴുതാം, ക്ലാസിക്കൽ മൊമെന്റം ആണ്. നമ്മുടെ മൊമെന്റം പി പി ഓപ്പറേറ്റർ ആണ്, അല്ലെങ്കിൽ പി ആണ്. സോ പി എക്സ് മൈനസ് എച്ച് ക്രോസ് ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ എനർജിയാണ്, ഫോട്ടോൺ എനർജി, ഇ ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, സോ വേർ പി ഈക്വൽ ടു എച്ച് ക്രോസ് കെ ആൻഡ് ഇ ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ അല്ലെങ്കിൽ എച്ച് ന്യൂ. ക്ലിയർ അല്ലേ? ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഇൻറ്റു ഇ ടു ദ പവർ ഓഫ് ഐ ബൈ എച്ച് ക്രോസ് പി എക്സ് ഇ ടു ദ പവർ ഓഫ് മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ ഇൻറ്റു ടി എന്ന് എഴുതാം. ഈ ബ്രാക്കറ്റിലുള്ളതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇതിനിങ്ങനെ രണ്ട് പാർട്ടാക്കിയിട്ട് എഴുതാം. ഇനി നമ്മൾ ഇതിലെ സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് psi of xt ഈക്വൽ ടു, ഇതിൽ ഒരു പാർട്ടിന് നമുക്ക് ഇത് നോക്കൂ, ഇതിൽ എക്സ് മാത്രമേ ഉള്ളൂ, കോൺസ്റ്റന്റ് ഉണ്ട് ഇവിടെ, അതവിടെ കിടന്നോട്ടെ. കോൺസ്റ്റന്റിനെ വേണമെങ്കിൽ നമുക്ക് രണ്ടിലേക്ക് പകുതി എടുക്കാം, ഇഷ്ടമുള്ള പോലെ എടുക്കാം. സോ ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഈ സ്പേസ് പാർട്ടിലേക്ക് എടുക്കാം. സോ ആദ്യത്തെ എക്സ് ആണ് വേരിയബിൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ യു ഓഫ് എക്സ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ വേരിയബിൾ ടി ആണ്, നമുക്ക് അതിനെ എഫ് ഓഫ് ടി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കേസിൽ നമുക്ക് വേവ് ഫംഗ്ഷന് ഇങ്ങനെ ഒരു സ്പേസ് പാർട്ടും ഒരു ടൈം പാർട്ടായിട്ട് നമുക്ക് അതിന്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇത് സ്പേസ് പാർട്ട് എക്സ് അല്ലേ, ഇത് ടൈം പാർട്ട്. കാളിദാസെ മിണ്ടാതിരിക്കും. സോ നമുക്ക് ടൈം ഇൻഡിപെൻഡന്റ് കേസിൽ വേവ് ഫംഗ്ഷന് സ്പേസ് പാർട്ടിന്റെയും ടൈം ഒരു സ്പേസ് ഫംഗ്ഷൻ ആയിട്ടും ഒരു ടൈം ഫംഗ്ഷൻ ആയിട്ടും അതിന്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ ടൈം ഇൻഡിപെൻഡന്റ് കേസിൽ വേവ് ഫംഗ്ഷന് നമുക്ക് പ്രോഡക്റ്റ് ഓഫ് സ്പേസ് പാർട്ട് ആൻഡ് ടൈം പാർട്ട് ഫംഗ്ഷൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇതാണ് ഒരു ബേസിക് ഐഡിയ. ഓക്കെ, ഇത് നമുക്ക് ഇനി പിന്നീട് ആവശ്യം വരും, അപ്പൊ ഞാൻ അത് പിന്നീട് ഒന്നും കൂടെ പറയാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ ടൈം ഇൻഡിപെൻഡന്റ് ഫോം കണ്ടുപിടിക്കാനായിട്ട് പോവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ടൈം ഡിപെൻഡന്റ് ഫോം എടുക്കുക. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതാം. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ സൈ പ്ലസ് വി സൈ ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി. ഇതാണ് നമ്മുടെ ടൈം ഡിപെൻഡന്റ് ഫോം. ഇതില് ഈ സൈ എന്ന് പറയുന്നത് psi of xt
psi of xt. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നമ്മളിപ്പോ പറഞ്ഞ ഐഡിയ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഈക്വേഷൻ തന്നെയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞ ഈക്വേഷൻ തന്നെയാണ്, ഞാൻ അത് അപ്പുറത്തായിട്ട് എഴുതിയെന്നുള്ളൂ. സെയിം ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാം, ഇതിൽ ഈ psi of xt ടൈം ഇൻഡിപെൻഡന്റ് കേസ് ആക്കാൻ വേണ്ടിയിട്ട് psi of xt നെ നമ്മൾ എന്ത് ചെയ്യാം, u of x f of t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ഒരു സ്പേസ് പാർട്ട് ഫംഗ്ഷൻ ആൻഡ് ടൈം പാർട്ട് സ്പേസ് ഡിപെൻഡന്റ് ഫംഗ്ഷൻ ആൻഡ് ടൈം ഡിപെൻഡന്റ് ഫംഗ്ഷൻ, ഇങ്ങനെ ആക്കിയിട്ട് എഴുതാം. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഇനി എങ്ങനെ മാറ്റാം, മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ സൈനെ നമ്മൾ മാറ്റാം, u of x f of t പ്ലസ് v into v operating on u of x f of t equal to ih cross dou by dou t of u of x f of t. എല്ലാ സ്ഥലത്തും 3 സ്ഥലത്തും നമ്മൾ എന്ത് മാറ്റി, psi of xt ക്ക് പകരം u of x into f of t എന്നാക്കി മാറ്റി. ഒന്ന് ഇവിടെ. ഇനി നമ്മൾ ഇതിന്റെ ഈ ഓപ്പറേറ്ററിന്റെ നോക്കി, ഇത് എക്സ് അല്ലേ, ഡോ ബൈ ഡോ എക്സ് അല്ലേ, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലേ, പാർഷ്യൽ അല്ലേ. പാർഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ഈ എഫ് ഓഫ് ടീനെ എന്ത് ചെയ്യാം, ഇതിലെ ഈ ഡിഫറൻസിയേഷൻ എക്സ് ഫംഗ്ഷനെ മാത്രമേ അഫക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ ടൈം പാർട്ടിനെ നമുക്ക് കോൺസ്റ്റന്റ് പോലെ എടുക്കാം. അതുകൊണ്ട് നമുക്ക് അതിനെ ലെഫ്റ്റിലേക്ക് എഴുതാം. ക്ലിയർ ആണോ? അതുപോലെ ഈ വിയും, ഓക്കെ, ഈ വിയും ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ടൈം ഡിപ്പെൻഡന്റ് ആവുക, വി ഓപ്പറേറ്റർ ടൈമിന് ഇൻഡിപെൻഡന്റ് ആവുക എന്ന് വെച്ചാൽ വി ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വി ഓപ്പറേറ്റർ ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആവുമ്പോഴാണ് അങ്ങനെ വരിക, വി ഓഫ് എക്സ്. ഓക്കെ, സഫിക്സ് അല്ല കേട്ടോ, ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതിയതാണ്. വി ഓഫ് എക്സ് ആണ്. ഇവിടെയും നമുക്ക് എഫ് ഓഫ് ടീനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം, ലെഫ്റ്റിലേക്ക് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ നോക്കിയേ, ഇത് ഡോ ബൈ ഡോ ടി ആണ്, ടൈം ആണ് ഇവിടെ. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് യു ഓഫ് എക്സിനെ പുറത്തേക്ക് എടുത്ത് എഴുതാം, ലെഫ്റ്റിലേക്ക് എഴുതാം. എഫ് ഓഫ് ടീനെ പുറത്തേക്ക് എടുക്കാൻ പറ്റൂല, കാരണം ഇത് ടൈം അല്ല, ടൈമിലുള്ള ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ യു ഓഫ് എക്സ് ഈ ഓപ്പറേറ്ററെ സംബന്ധിച്ച് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ യു ഓഫ് എക്സിന് ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്ക് എഴുതാം. അപ്പൊ ഞാൻ അത്രയും ചെയ്യാൻ പോവാണ്, നോക്കിക്കോ. സോ മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m, ഇവിടെ ഞാൻ എഫ് ഓഫ് ടീനെ ലെഫ്റ്റിലേക്ക് എഴുതി, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ യു ഓഫ് എക്സ് പ്ലസ് ഇവിടെ ഞാൻ എഫ് ഓഫ് ടീനെ ലെഫ്റ്റിലേക്ക് എഴുതി, കാരണം ഇത് വി ഈസ് ഓൺലി എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ടി ഇല്ല. അങ്ങനത്തെ പ്രോബ്ലംസിനാണ് ഇത് പറ്റുള്ളൂ കേട്ടോ, എല്ലാപ്പോഴും പറ്റില്ല ഇത്. സോ എഫ് ഓഫ് ടി ഞാൻ പുറത്തേക്ക് എഴുതി, ദെൻ വി ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ u of x ഈക്വൽ ടു ഇവിടെ നമ്മൾ ih ക്രോസ് u of x പുറത്തേക്ക് എഴുതി, ഡോ ബൈ ഡോ ടി ഓഫ് എഫ് ഓഫ് ടി എന്നായി. മനസ്സിലായില്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് എല്ലാ ടേമിനെയും നമ്മൾ എന്ത് ചെയ്യണം, 1 by u of x f of t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ u of x f of t കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും, ഇതിന്റെ അടിയിൽ u f വരും, ഇതിന്റെ അടിയിൽ u f വരും, ഇവിടെ u f വരും. മനസ്സിലായല്ലോ? ഇനി ഇതിൽ ഏതാ വെട്ടിപ്പോവാ നോക്കാം. നോക്കൂ, ഈ എഫും ഇതും കൂടെ വെട്ടിപ്പോവും, ശരിയല്ലേ? ഇനി ഇതില് ഈ എഫും വെട്ടിപ്പോവും, ഈ യുവും വെട്ടില്ല,
അറിയാലോ, ഈ യുവും വെട്ടിപ്പോവില്ല. കാരണം ഇത് ഇവിടെ ഓപ്പറേറ്റർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പറേഷന് മുമ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതങ്ങനെ തന്നെ നിൽക്കും. ഇത് രണ്ടും വെട്ടിപ്പോയി. ഇവിടെയോ, ഇവിടെ ഈ യുവും വെട്ടിപ്പോയി. എഫും വെട്ടില്ല, കാരണം അവിടെ ഓപ്പറേറ്റർ ഉണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിനെ ബാക്കിയുള്ളതിനെ നമുക്ക് ഇങ്ങനെ എടുത്ത് എഴുതാം. സോ 1/u, ഇവിടെ യു ഉണ്ട്, ഇവിടെ യു ഉണ്ട്, 1/u ഉണ്ട്. അപ്പൊ ആ 1/u ഞാൻ കോമൺ ആക്കിയിട്ട് പുറത്തേക്ക് എടുത്തു. മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ u ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് v ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ്. ലെഫ്റ്റ് സൈഡ് ക്ലിയർ ആയില്ലേ? 1/u ഓഫ് എക്സ് ആണ് കേട്ടോ. 1/u ഓഫ് എക്സ്. മുമ്പ് ഇവിടെ യു ഓഫ് എക്സ് എഫ് ഓഫ് ടി എന്ന് എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, എഴുതണം ശരിക്കും. സോ 1/u ഓഫ് എക്സ് ഇങ്ങനെ കിട്ടി ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡോ, റൈറ്റ് സൈഡ് എന്ത് കിട്ടും? 1/f ഓഫ് ടി ih ക്രോസ് ഡോ ബൈ ഡോ ടി ഓഫ് എഫ് ഓഫ് ടി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നിങ്ങൾ ഈ രണ്ട് ഇക്വേഷന് ഈ ലെഫ്റ്റ് സൈഡും LHSഉം RHSഉം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയൂ. ശ്രീദേവി VS. LHS നോക്കൂ. 1/u ഓഫ് എക്സ് h ക്രോസ് സ്ക്വയർ u ഓഫ് എക്സ് dx vx u ഓഫ് എക്സ്. RHSല് f ഓഫ് ടി ih ക്രോസ് f ഓഫ് ടി dt. വല്ലതും തോന്നുന്നുണ്ടോ? ശ്രീദേവി പോയാ? പോൾമോൻ, നിങ്ങൾ മൈക്ക് ഓൺ ആക്കണം കേട്ടോ വിളിക്കുമ്പോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ആബ്സെന്റ് ആണെന്ന് വിചാരിക്കുന്നു. പോൾമോൻ, ആരും മിണ്ടലില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ. അപ്പൊ ഞാനത് പറയാം. എനിക്കത് വിരോധമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന് അറിയണ്ടേ? ആരാ പറയാ? ആരെങ്കിലും ഒന്ന് പറയൂ എന്തെങ്കിലും. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ അപ്പുറം ഇപ്പുറം കിടക്കണ കാണുമ്പോ വല്ലതും തോന്നുന്നുണ്ടോ? ഇത് ടൈം ഇൻഡിപെൻഡന്റ് ആണോ? ആ നോക്കൂ, ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഉത്തരത്തിന്റെ സംശയം അടുത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ സെൻസ് ഉള്ളവർക്ക് ഉടനെ എന്തെങ്കിലുമൊക്കെ തോന്നും. സംശയം നോക്കണം. സാർ അത് പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് വേണമെങ്കിൽ സാധാരണ ഡെറിവേറ്റീവ് എഴുതി കൂടെ? അതാക്കാം, അങ്ങനെ ആക്കാൻ കുഴപ്പമില്ല. അതാക്കണേന് മുമ്പ് നമുക്ക് എന്താ തോന്നണേന്നുള്ളതാണ്. ഒരു വളരെ ഇമ്പോർട്ടന്റ് ഒരു മാത്തമാറ്റിക്കൽ ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. ആരെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ഇതുപോലുള്ള മാത്തമാറ്റിക്കൽ ഐഡിയകളാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. കാരണം അത് ഇത് ആരും പ്രത്യേകം പറഞ്ഞു തരില്ല. എല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് വെറുതെ എഴുതി പോകും. നിങ്ങൾക്ക് അത് സ്ട്രൈക്ക് ചെയ്യില്ല. സർ അതില് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബ്രാക്കറ്റിന്റെ അകത്ത് സ്പേസ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷ്രോഡിംഗർ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സ്പേസ് പാർട്ട് അല്ലെ? അതെ. റൈറ്റ് ഹാൻഡ് സൈഡില് നമ്മള് ടൈം പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എഴുതിയിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ടൈം പാർട്ട്. അതുകൊണ്ട് കറക്റ്റ് ആണ്, ഉത്തരം കറക്റ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? കോൺസ്റ്റൻസ് അല്ലേ രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും? കറക്റ്റ്, അതാണ് ഉത്തരം. ഈ ഐഡിയ ആണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. ഇത് പലപ്പോഴും നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ ഐഡിയ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
സിമ്പിൾ ഐഡിയ ആണ്, പക്ഷെ നമുക്ക് പലപ്പോഴും യൂസ്ഫുൾ ആയിട്ട് വരും. ഈ ലെഫ്റ്റ് സൈഡ് മുഴുവൻ എക്സിന്റെ വേരിയബിൾസ് മാത്രമേ ഉള്ളൂ, സ്പേസ് പാർട്ട് മാത്രമാണ്. റൈറ്റ് സൈഡ് മുഴുവൻ ടൈം വേരിയബിൾ മാത്രമാണ്. അങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ട്രൂ ആവണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇൻഡിപെൻഡന്റ്ലി ഈക്വൽ ടു സെയിം കോൺസ്റ്റന്റ് ആയിരിക്കണം. നിങ്ങൾ പറഞ്ഞതിലൊക്കെ അവസാനം പറഞ്ഞതിലൊക്കെ ഉത്തരങ്ങളുണ്ട്. ഞാനതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ലെഫ്റ്റ് സൈഡ് ഈസ് ഓൺലി എ വേരിയബിൾ ഓഫ് ലെഫ്റ്റ് സൈഡ് ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ സ്പേസ് പാർട്ട്, right side depends only on time part. So to satisfy this mathematically, both the sides should be equal to independently equal to same constant. So ഞാൻ ഇങ്ങനെ എഴുതാം, ലെഫ്റ്റ് സൈഡില് ഇതില് ഓൺലി സ്പേസ് വേരിയബിൾ, RHSല് ഓൺലി ടൈം വേരിയബിൾ. സോ ഇത് ഇങ്ങനെ ഈക്വൽ ആവണമെങ്കിൽ ബോത്ത് സൈഡ് ഷുഡ് ബി ഈക്വൽ ടു സെയിം കോൺസ്റ്റന്റ്, ഇൻഡിപെൻഡന്റ്ലി ഈക്വൽ ടു. ഇതിനെ നിങ്ങൾക്ക് നമുക്ക് ആ കോൺസ്റ്റന്റിനെ ഞാൻ തൽക്കാലം ഇ എന്നോ എപ്സിലോൺ എന്നോ വിളിക്കാം. ഞാനതിപ്പോ തൽക്കാലം ഇ തന്നെ വിളിക്കുന്നു, കാരണം നമുക്കത് പിന്നീട് നമുക്ക് മനസ്സിലാവും ഇത് എനർജി തന്നെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഞാൻ അതിന് ഇ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ എപ്സിലോൺ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ് അതിന്റെ ഐഡിയ. അതായത് ഈ അപ്പൊ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, കോൺസ്റ്റന്റ് ഇ ആയിരിക്കും. ഐഡിയ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നമുക്ക് RHSനെ എടുത്തിട്ടൊന്ന് നോക്കാം. നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് നോക്കാം. RHSനെ ആദ്യം ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, RHSനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/f of t IH cross dou f of t by dou t equal to E എന്ന് വരും. ഓക്കെ, ഈ എഫ് ഓഫ് ടി ലെഫ്റ്റിലേക്ക് പോക്കോട്ടെ, റൈറ്റിലേക്ക് പോക്കോട്ടെ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വെട്ടി അതിന് ഇവിടെ എഴുതി ഈ എഫ് ഓഫ് ടി, അങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ഞാൻ നമുക്കൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് വേരിയബിൾ സെപ്പറബിൾ പോലെ എഴുതാം. ഓക്കെ, സോ ഈ IH ക്രോസ് പുറത്തേക്ക് പോട്ടെ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടെ -I/H ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? രണ്ട് സൈഡിലും -I/H ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -I² വരും, അത് 1 ആവും, H ക്രോസ് വെട്ടിപ്പോവും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? -I/H ക്രോസ് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് ഇത് രണ്ടും വെട്ടിക്കളയാം, ഇതെല്ലാം പോയി. ഓക്കെ, ഇങ്ങനെ dou f by dou t equal to -IE/H cross f of t എന്നായി. ഇതിനെ ഞാൻ ഒന്ന് വേരിയബിൾ സെപ്പറബിൾ പോലെ എഴുതാൻ പോവാണ്. സോ dou f by f equal to -IE/H cross ഓക്കെ ഇൻറ്റു dou t എന്ന് എഴുതാം. ഈ dou t അപ്പുറത്തേക്ക് പോയി f ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതെല്ലാം കോൺസ്റ്റന്റുകളാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ log f എന്ന് വരും, log f. ഓക്കെ, ബിറ്റ്വീൻ ലിമിറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഒക്കെ കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് -IE/H ക്രോസ് ഇൻറ്റു ടി എന്ന് വരും, പ്ലസ് എ കോൺസ്റ്റന്റ് എന്ന് വരും. ഓക്കെ, ഈ കോൺസ്റ്റന്റിനെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് കോൺസ്റ്റന്റിന് നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാമല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ലോഗ് കെ കളഞ്ഞിട്ട് നമുക്ക് അതിന് പകരം ലോഗ് f0 എന്നോ അങ്ങനെ വിളിക്കാം, ലോഗ് f0 എന്നോ എന്തെങ്കിലും വിളിക്കാം, കോൺസ്റ്റന്റ് അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതില് ഈ കോൺസ്റ്റന്റ് കിട്ടാനായിട്ട് നമ്മൾ t = 0 ഇട്ടാൽ മതി. t = 0 ഇടുമ്പോൾ ഇപ്പുറത്ത് ലോഗ് f0 ആവും. അപ്പൊ അതാണെന്ന് വിചാരിക്കുക, ലോഗ് f0.
അപ്പൊ നമ്മൾ ഇനി ഇത് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലോഗ് എഫ് മൈനസ് എഫ് സീറോ ആവും, അപ്പുറത്ത് ഇതാവും ലോഗ് എഫ് മൈനസ് ലോഗ് എഫ് സീറോ എന്ന് പറഞ്ഞാൽ എഫ്, എന്നിട്ട് അത് എഫ് ബൈ എഫ് സീറോ ആണ് അല്ലെ. എന്നിട്ട് അതിനെ നമ്മള് എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു അല്ലെ. എഫ് ഈക്വൽ ടു എഫ് സീറോ ഇൻറ്റു ഇ ടു ദ പവർ ഓഫ് മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് എന്ന് കിട്ടും. ഇത് ഞാൻ ചെയ്യണോ? അറിയാലോ. ആദ്യം ഈ ലോഗിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അത് ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി ഇടുക. ലോഗ് എ ബൈ ബി ലോഗ് എഫ് ബൈ ലോഗ് എഫ് സീറോ എന്ന് കിട്ടും. എന്നിട്ട് ലോഗരിതം കളയാനായിട്ട് എക്സ്പോണൻഷ്യൽ എടുക്കുക, രണ്ട് സൈഡിൽ എക്സ്പോണൻഷ്യൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് എഫ് സീറോ അപ്പുറത്തേക്ക് പോവുക. അപ്പൊ എഫ് ഈക്വൽ ടു എഫ് സീറോ ഇൻറ്റു ഇ ടു ദ പവർ ഓഫ് മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് എന്ന് കിട്ടും. ഇതാണ് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം. ഏത് ഞാനിവിടെ മുമ്പ് നമ്മൾ എഴുതിയില്ലേ, ഈ നോക്കൂ, നമ്മൾ ഇവിടെ ഈ ടൈം വേവ് ഫംഗ്ഷനെ ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞില്ലേ. സൈ ഓഫ് എക്സ് ടീനെ യു ഓഫ് എക്സ് എഫ് ഓഫ് ടി എന്ന് എഴുതാം, വേർ എഫ് ഓഫ് ടി ഈസ് ഇ ടു ദ പവർ ഓഫ് മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ ഇൻറ്റു ടി. അത് തന്നെയാണ് ഇത്. കണ്ടില്ലേ, ഇത് രണ്ടും സെയിം ആണ്. എഫ് സീറോ ഉണ്ടെന്നുള്ളൂ. എഫ് സീറോ ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ എന്ന് എടുക്കാം. എയുടെ എത്രയെങ്കിലും ഒരു പാർട്ടായിട്ട് എഫ് സീറോ എടുക്കാം. കോൺസ്റ്റന്റിനെ നിങ്ങൾ നോക്കണ്ട, ഇത് വലിയ പ്രശ്നമില്ല. ഇതൊരു ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റിന്റെ ഒരു പോലെയാണ്. അത് നമുക്ക് എന്ന് എടുക്കാൻ വേണമെങ്കിൽ എയുടെ പാർട്ടായിട്ട് എടുക്കാം. നോക്കൂ, ഇത് രണ്ടും സെയിം ആണ്. ഇതും സെയിം ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ ഇവിടെ കിട്ടി. അതായത് ഈ സൈ ഓഫ് എക്സ് ടീനെ യു ഓഫ് എക്സ് എഫ് ഓഫ് ടി എന്ന് എഴുതാം, വേറെ എഫ് ഓഫ് ടി ഈസ് ഇത് ഈ പാർട്ട്. അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി നമ്മള് ഈ ലെഫ്റ്റ് സൈഡിനെ എൽ എച്ച് എസിനെ നമ്മൾ ഇ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഞാൻ എൽ എച്ച് എസ് എഴുതാൻ പോവാണ്. എൽ എച്ച് എസ് ഞാൻ ഇതിൽ നോക്കിയിട്ടാണ് എഴുതണേ, ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ എൽ എച്ച് എസ്. സോ ഞാനത് വേറെ ഷീറ്റിൽ എഴുതാം. 1/u മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ്. ഇതാണ് എൽ എച്ച് എസ്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു അതും ഇ ആയിരിക്കണം. അതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഐഡിയ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഈ യുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഞാൻ ഇവിടെ നിന്ന് ഈ യു വെട്ടിയിട്ട് ഇവിടെ എഴുതി യു ഓഫ് എക്സ്. ഇതാണ് ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ദിസ് ഈസ് ദ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. ക്ലിയർ ആയില്ലേ? ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ കിട്ടി. ഇതില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പി സ്ക്വയർ ബൈ 2m ആണ്, കൈനറ്റിക് എനർജി ആണ്. അതുപോലെ വി പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇതിനെ നമുക്ക് യുവിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആണത്, ഓപ്പറേറ്റർ ആണ്. കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ ആണ്, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓപ്പറേറ്റർ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ യു ഓഫ് എക്സിനെ പുറത്തേക്ക് എടുക്കാം. യു ഓഫ് എക്സ് ഇത് രണ്ടിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം യു ഓഫ് എക്സ്. ഇതെന്താ സംഭവം? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ തന്നെയാണ്, എച്ച് ഓപ്പറേറ്റർ. സോ എച്ച് യു ഓഫ് എക്സ്